അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്ക് നോക്കിയാലും. അത് സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു പാക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നല്ല റിസൾട്ടീവ് ആണ് കേട്ടോ. നമുക്ക് ഡെയിലി വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ട്വൈസ് ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. ഇതൊന്ന് ട്രൈ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കടലമാവാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ അളവിൽ കടലമാവ് എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് തക്കാളിയാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ലൊരു പഴുത്ത തക്കാളി ഇതേപോലെ നല്ലോണം ഞെക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ പിഴിഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ നീര് വരും എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ നടന്നില്ല കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിൻ്റെ ജാറൊന്നും എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷെ നടന്നില്ല. പിന്നെ മിക്സി ജാറൊക്കെ എടുത്തിട്ട് തന്നെ അത് പേസ്റ്റ് ആക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ചില തക്കാളി നല്ല പഴുത്ത തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ നീരെടുക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് കോഫി പൗഡർ ആണ്. ഞാനിപ്പോൾ നെസ്കഫേൻ്റെ സൺറൈസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കോഫി പൗഡർ ആണ് എടുത്തിട്ടുള്ളത്. ഇൻസ്റ്റൻ്റ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത്. അതും 1 ടീസ്പൂൺ മാത്രം മതിയാവും. അപ്പം ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ക്യാമറ ഓഫ് ആണെന്ന് അറിഞ്ഞത് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി അതിൻ്റെ മേലെ അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഷോളൊക്കെ ഒന്ന് മാറ്റിയിട്ട് കഴുത്തിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഷോൾ ഇട്ടിട്ട് നമുക്ക് കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യാൻ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ക്യാമറ ഓഫ് ആക്കിയിട്ട് കഴുത്തിൻ്റെ ബാക്കിലും കഴുത്തിലൊക്കെ നല്ലോണം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്ത് പാക്ക് നമ്മൾ ഫേസിൽ ഇടുകയാണെന്നുണ്ടെങ്കിലും അത് മസ്റ്റായിട്ടും കഴുത്തിൽ ഇടാൻ നോക്കുക കേട്ടോ. കാരണം ഞാൻ അങ്ങനെ ചെയ്യാൻ തന്നെ എൻ്റെ കഴുത്തും ഫേസും ആയിട്ട് നല്ല കളർ ചേഞ്ച് ഉണ്ട്. അത് ഇൻസി ടൈമിലൊക്കെ നമ്മൾ കുറേ അയൺ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കോളും. അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് നമ്മളെ കഴുത്തിൻ്റെ ബാക്കിലൊക്കെ കറക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ തടി വെക്കും. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ അങ്ങനെ കളർ മാറിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഫേസ് നല്ലോണം വാഷ് ചെയ്ത് എടുക്കുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മളിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ലോണം ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ആദ്യം തന്നെ കൈ ഒന്ന് നനച്ചിട്ട് ഇതേപോലെ നല്ലോണം ഒന്ന് മസാജ് ചെയ്തിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റുമല്ലോ നമ്മുടെ ഫേസിൽ ആ ഒരു ഡൾനെസ് ഒക്കെ പോയിട്ട് ആ ഒരു എന്താ പറയുക ഒരു കരിവാളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോയിട്ട് നമ്മളെ ഫേസ് ഒരു ക്ലിയർ ആവും കേട്ടോ. അപ്പോൾ എനിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലുണ്ടാവുമായിരിക്കുമല്ലോ. അപ്പോൾ നമുക്കിത് ഡെയിലി വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. നല്ല റിസൾട്ടീവ് ആണ്. പിന്നെ എനിക്ക് പേഴ്സണലി കടലപ്പൊടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം എനിക്ക് ഫേസുമായിട്ട് ഭയങ്കര സ്യൂട്ടായിട്ട് പോകുന്നൊരു പ്രൊഡക്റ്റാണ്. ചിലർക്ക് ഈ ഒരു കടലപ്പൊടിനേക്കാൾ ഒന്നും കൂടി എഫക്റ്റീവ് ആയിട്ടുണ്ടാവുക ചെറുപയർ പൊടി ആയിരിക്കും കേട്ടോ. അപ്പം നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ നല്ലത് അത് നിങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കുക കേട്ടോ. പിന്നെ ഞാൻ നേരിട്ടിന് കുളിക്കാൻ വേണ്ടി പോവായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കഴുത്തിൽ കഴുകിക്കളയാത്തത്. കാരണം കഴുത്തിൽ നമ്മൾ ഡ്രസ്സ് ഇട്ടിട്ട് കഴുകിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മുടെ ഡ്രസ്സ് കൂടെ ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ആവും കേട്ടോ. അതുകൊണ്ട് തന്നെ ബാത്റൂം പോയിട്ട് കഴുകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കഴുത്തിൽ വാഷ് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ 1-2 ഫ്രണ്ട്സിനെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് നല്ല നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ലാ. ടാറ്റാ.